ഇന്ന് 2025 മെയ് 8-ന് ഇന്ത്യൻ ഓഹരി വിപണി ചെറിയ വർധനവോടെ വ്യാപാരം ആരംഭിച്ചു, എന്നാൽ വിപണിയിലെ അനിശ്ചിതത്വം തുടരുന്നു. സെൻസെക്സ് BSE 80,849.80-ൽ 103.13% വർദ്ധിച്ചു. നിഫ്റ്റി 50 NSE 24,424.60-ൽ 10.042% വർദ്ധിച്ചു. വിപണി തുടക്കത്തിൽ ചെറിയ വർധനവ് രേഖപ്പെടുത്തിയെങ്കിലും നിഫ്റ്റി 24,447.25-ൽ ഉയർന്നതും 24,393.60-ൽ താഴ്ന്നതുമായ നിലകളിൽ വ്യാപാരം നടത്തി. ടാറ്റ മോട്ടോഴ്സ് 3% വരെ വർദ്ധിച്ചു, മികച്ച ക്വാർട്ടർ ഫലങ്ങൾ കാരണം. കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക്, പവർ ഗ്രിഡ്, TCS വിപണിയിൽ മികച്ച പ്രകടനം. HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ITC, മാരുതി സുസുക്കി, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ചില നഷ്ടങ്ങൾ രേഖപ്പെടുത്തി. വോൾട്ടാസ് Q4 ലാഭം 107.76% വർദ്ധിച്ച് 241 കോടി രൂപ. സൊണാറ്റ് സോഫ്റ്റ്വെയർ ലാഭം 2.4% വർദ്ധിച്ച് 108 കോടി രൂപ. ബ്ലൂസ്റ്റാർ ലാഭം 20.6% വർദ്ധിച്ച് 193.64 കോടി രൂപ. ഡാബർ ഇന്ത്യ ലാഭം 8.41% കുറച്ച് 320.13 കോടി രൂപ. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഇന്ത്യൻ സൈനിക നടപടിയുടെ പശ്ചാത്തലത്തിൽ വിപണിയിൽ അനിശ്ചിതത്വം. US ഫെഡ് നയങ്ങൾ, US ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ മാറ്റാതെ നിലനിർത്തി, ആഗോള വിപണിയിൽ പ്രതിഫലനം. മുൻഗണന നൽകേണ്ട മേഖലകൾ ബാങ്കിംഗ്, ഓട്ടോ, IT മേഖലകൾ. ശ്രദ്ധിക്കേണ്ട ഓഹരികൾ ടൈറ്റൻ, ഡാബർ, L&T, ഏഷ്യൻ പെയിന്റ്സ്, PNB. കൂടുതൽ വിവരങ്ങൾക്ക് CNBC TV 18 ലൈവ് അപ്ഡേറ്റുകൾ കാണുക.